ഒരു ചേച്ചി ഒരു ലൊക്കേഷനിൽ പോയാലും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, എന്റെ സഹോദരങ്ങളൊന്നും ഈ മേഖലയിലല്ല, ആർക്കും അറിയില്ല. അപ്പോൾ അവരെ പറ്റി ഒരാൾ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും പരിചയമൊക്കെ അല്ലാത്തവരങ്ങനെ ചോദിക്കില്ല. എന്നോട് കാണുമ്പോൾ ചിലപ്പോൾ ധർമ്മജൻ എവിടെയെന്ന് ചോദിക്കും, അല്ല മറ്റൊരാൾ എവിടെയെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ എല്ലാവരും സിനിമയിലുള്ളവരായതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും മറ്റ് രണ്ടുപേരെ കുറിച്ചുള്ള ഒരു ചോദ്യം മാൻഡേറ്ററി ആണ്. ഇത് സിനിമയിൽ വന്നതിന് ശേഷം ഉള്ള കാര്യം പറയാണ് രമേശ്. ഞാൻ പറയുന്നത് ട്രിവാൻഡ്രത്ത് അതിന് മുൻപേ ചോദിക്കും ഞങ്ങൾ ആരെ കണ്ടാലും, കൽപ്പന എവിടെയുള്ള വലിയ ക്ലാസ്സിലെ ചേച്ചിമാര് വെയിറ്റ് ചെയ്യും സ്കൂൾ വിട്ടിട്ട് ഇവിടെ മത്സരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ, മിമിക്രി മോണോ ആക്ടിങ് കാണിക്കാൻ. കൽപ്പന ഇന്ന് എന്റെ വീട്ടിൽ വാ കൽപ്പന, കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു കൽപ്പന നാളെ വരാമെന്ന്. അച്ഛൻ്റെ അടികൊള്ളണം. ഹോം ഡെലിവറി കൽപ്പനയ്ക്ക് ഏറ്റവും ഗുണം ഇൻഹിബിഷൻസ് ഇല്ലാത്ത ആളാ. എന്ത് കാര്യവും അയ്യോ പറഞ്ഞിട്ടാണോ അബദ്ധമായോ പറഞ്ഞത് മണ്ടത്തരായോ. ദിവസവും വൈകുന്നേരം വെളിയിറങ്ങുന്ന, സ്കൂളില്ലാത്ത ദിവസം വെളിയിറങ്ങുന്ന ഈ വാച്ച് കെട്ടിക്കൊണ്ടുപോകും. അപ്പൊ അമ്മയ്ക്കും അച്ഛനുമേ വാച്ചുള്ളൂ, ഞങ്ങൾക്കൊന്നും വാച്ചില്ല. അപ്പൊ അമ്മ രാവിലെ പോകുമ്പോ ഒരു വാച്ച് എടുത്തു കൊണ്ടുപോകും ആകാശവാണിയിൽ, അച്ഛൻ വെളിയിൽ പോകുമ്പോ ഒരു വാച്ച് എടുക്കും. ഞങ്ങൾക്ക് വാച്ചില്ലല്ലോ. അവൻ വന്ന് ക്ലോക്കൊന്നും വീട്ടിലില്ല. വെളിയിലിറങ്ങി ഒന്ന് നിൽക്കും വൈകുന്നേരം. എനിക്കൊരു ഷടി മാത്രമേ ഉള്ളൂ. മിനിച്ചേച്ചിക്ക് ഒരു കൊച്ചു പെറ്റിക്കോട്. അവിടെ നിന്ന് പോകുന്ന ആൻറ്റി എടുത്ത്, ആൻറ്റി മണി എത്രയായി എന്ന് ചോദിക്കും. 4 മണി. തൊട്ട് പറയാം, ഈ ആൻറ്റി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇവിടെ ഒരു ആൻറ്റി വരുന്നുണ്ട്. ഈ ആൻറ്റി ഇങ്ങോട്ട് പോയി ഇവർ വന്ന് റീച്ച് ആയണേ, ആൻറ്റി മണി എത്ര, ഇവർക്കൊക്കെ അറിയാം, അവരവിടുന്ന് കേട്ടോണ്ട് വരിക. സ്ഥിരം 4:01. വീണ്ടും അടുത്ത ആംഗിൾ വരും, മമ്മ മണി എത്രയായി. ഇതെല്ലാവർക്കും അറിയാം. ഒരു ദിവസം ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്ന്, അമ്മണി പിള്ളേരെവിടെ പോയി, മണി ചോദിക്കാൻ ആളിനെ കണ്ടില്ല ചേച്ചി, വന്നില്ല, സ്കൂളിൽ വന്നില്ല, അല്ലെങ്കിൽ അതാണ്ട് അമ്മയുടെ അങ്ങോട്ട് പോയി, ഞാൻ ഇപ്പം അങ്ങോട്ട് പോകും. ഇതൊരു ഫേമസ് ആയിരുന്നു. എന്നെ കണ്ടില്ലെങ്കിൽ അവരൊക്കെ ചോദിക്കും, കുമസൻ ഇവിടെ പോയി, വക്കീൽ മാത്രമേ ഉള്ളല്ലോ എന്ന് പറയും. ഇനി ചേച്ചി കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും, വക്കീലയുടെ മോളെ, വക്കീലെ അമ്മച്ചിയുടെ വീട്ടിൽ പോയി. അപ്പം എൻ്റെ ആ ബാല്യം, എൻ്റെ മാനറിസംസും അങ്ങനെ എല്ലാം അവള് വഴി ഉള്ളതാണ്. പിന്നെ നമ്മൾ ജീവിതത്തിന്റെ വഴി തിരിഞ്ഞല്ലേ പറ്റൂ അങ്ങോട്ടും. ആയപ്പോഴും മാനറിസംസ് എന്ന് പറയുമ്പോൾ സിനിമയിൽ ഞാൻ വന്നതിന് ശേഷം പറയും, മിനിച്ചേച്ചി കുറെ താമസിച്ച് ചെയ്ത ക്യാരക്ടേഴ്സിന് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് ചില വീട്ടികൾ പറയും. അവളെപ്പോലെ ചെയ്യുന്നു എന്ന്. അവളെപ്പോലെ ഞാനാ ചെയ്യുന്നത്, അതിവർക്കറിയില്ലല്ലോ. അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ ഒരു കഴിവുമില്ല. ഞാൻ ഒരു സ്റ്റേജും കയറിയിട്ടില്ല. സ്റ്റേജിൽ കയറി 3 പേരെ കൊണ്ട് നിർത്തിയ മിനിച്ചേച്ചി അപ്പോഴേ പറയും, ടീച്ചർ ആൻറ്റി വേണ്ട, ഇവള് ബോധം കെട്ട് വീഴും അവിടെ എന്ന് പറയും. സ്റ്റേജിൽ തുറന്ന് 2 പേരും 2 ഭാഗത്തൂടെ ഇങ്ങനെ പിരിഞ്ഞ് അനക്കേറ മലയിലേന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ മിനിച്ചേച്ചിയെ നോക്കി ക്ലാപ്പ് ചെയ്യും. എല്ലാവർക്കും ഭയങ്കര ഫേമസ് അല്ലേ. കുറെ ഇവിടെ പക്ഷെ നിങ്ങൾ സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞാൽ 3 പേര് ഒന്നിച്ചുള്ള ഡാൻസ് ഫോട്ടോസ്, അതൊക്കെ ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയതിനു ശേഷമാണ് രമേശ്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ബാല്യകാലമാണ്. ആ സമയത്ത് കയറ്റി കൊണ്ട് നിർത്തിയ ഉടനെ തന്നെ. കാരണം രാധാന്റിയുടെ വീട്ടില്, ടീച്ചർ ആന്റിയുടെ വീട്ടില് അവരുടെ ചേച്ചി അമ്മയുടെ കൂട്ടുകാരിയാ. വീട്ടിൽ ഈ പറഞ്ഞതുപോലെ കളർ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ വെച്ച് പിള്ളേരെ വെടിപ്പേരെ വെക്കുന്ന പോലെ വെക്കും. മര്യാദയ്ക്ക് ഇന്നും വരാൻ ട്യൂഷന് വരാൻ വേണ്ടി. ഇതെല്ലാം ചെന്ന ഉടനെ ആദ്യം ഇതാ പറക്കി തിന്നുന്നു. പിന്നെ അടുത്തത് 2ാമത് കൊണ്ടുവന്ന് വെക്കും. എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. അത് കഴിക്കാനാ ഞാൻ പോയെ. ക്ലാപ്പ് ചെയ്താൽ ഉടൻ തന്നെ, അയ്യോ ചേച്ചി എനിക്ക് ദേഹം വല്ലാതെ വരുന്നു എന്ന് പറയുന്നു, താഴെ വീഴും. ടീച്ചർ വരുന്നു, എന്നെ എടുത്തു കഴിഞ്ഞാൽ 3 പേരുമുള്ള സ്റ്റെപ്പുകളെ കൂടുതലുള്ളൂ. എന്നാ അവർ 2 പേരും അഡ്ജസ്റ്റ് ചെയ്തേ അറിയത്തില്ല. അങ്ങനെ നേരെ അകത്ത് കൊണ്ടുപോകും. ഡാൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ എന്നെ അടിക്കുന്നുള്ളൂ ഒക്കെ ചെയ്യും എൻ്റെ കൂടെ. പിന്നെ പറയും ഇവളുടെ കൂടെ ഞാൻ നിൽക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ഒരു കലാപരിപാടിക്ക് പോയാലും സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് അവളുടെ ഓർമ്മ വരും. നമ്മുടെ ഒരു ധൈര്യത്തിന്റെ ഭാഗം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരെ മറന്ന് ജീവിക്കുക എന്ന് പറയുന്നത് മലയാളിക്ക് പ്രായോഗികമല്ല. അത് നമ്മൾ മലയാളിയായിട്ടാണ് ജനിക്കുന്നത്, ജീവിക്കുന്നതെങ്കിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇവർ പോപ്പപ്പ് ചെയ്ത് വരും. നമുക്ക് ഈ ബോധ്യങ്ങൾ, ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇന്നതാണ്, ഇന്നത് ഈ ലോകത്ത് നടന്നു കഴിഞ്ഞു എന്ന ഉത്തമ ബോധ്യം കൊണ്ട് നമ്മൾ അതിനെ പാസ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതിനപ്പുറം മറന്നു ജീവിക്കുക എന്നുള്ളത് വലിയ പാടാണ്. കൽപ്പന ചേച്ചിയെ പറ്റി ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട TS സുരേഷ് ബാബു സാർ പറയും.
കൽപ്പന എൻ്റെ ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, ഉപ്പുകണ്ട പ്രദേശത്തിൽ. അതിൽ ആക്ച്വൽ ഹീറോയിൻ എന്ന് തന്നെ പറയാം. അതിൽ 5 നായകന്മാരാണ്. അത് രാജ്ചാൻ, ക്യാപ്റ്റൻ രാജുവിൻ്റെ വൈഫായിട്ടാണ് അഭിനയിച്ചത്. സീരിയസും കോമഡിയും സെൻറ്റിമെൻറ്റ്സും എല്ലാം കലർന്നൊരു വേഷമായിരുന്നു. അത് വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചു. കുടുംബപരമായിട്ട് ഞാനും കൽപ്പനയുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് ചവറച്ചേട്ടൻ VP, അദ്ദേഹമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൽപ്പനയുടെ അമ്മയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കലാരഞ്ജിനി, ഉർവശി, എല്ലാവരും അവരുടെ ബ്രദേഴ്സൊക്കെ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളിലെല്ലാം. എന്തായാലും കൽപ്പന എനിക്ക് സ്വന്തം സിസ്റ്ററെ പോലെയായിരുന്നു. അത്രയും ബന്ധമായിരുന്നു. ഞങ്ങൾ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും അടുപ്പമായിരുന്നു. അപാരമായ ഒരു കലാകാരിയായിരുന്നു.